ഏഷ്യ കപ്പ് സൂപ്പർ ഫോറിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് തകർപ്പൻ ജയം. പാകിസ്ഥാൻ ഉയർത്തിയ 171 റൺസ് വിജയലക്ഷ്യം 7 പന്തും 6 വിക്കറ്റും ശേഷിക്കെ ഇന്ത്യ മറികടന്നു. അഭിഷേക് ശർമ്മ അർദ്ധ സെഞ്ചുറി നേടി. ഒരാഴ്ചക്കിടെ രണ്ടാം തവണയും അയൽക്കാർ ഇന്ത്യയുടെ കരുത്തിനു മുന്നിൽ വീണു. ഓപ്പണർമാരായ അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ഇന്ത്യക്ക് മികച്ച തുടക്കമാണ് നൽകിയത്. 47 റൺസ് എടുത്ത് ശുഭ്മാൻ ഗിൽ പുറത്താകുമ്പോൾ ഇന്ത്യയുടെ അക്കൗണ്ടിൽ 105 റൺസ് എത്തിയിരുന്നു. പിന്നാലെയെത്തിയ നായകൻ സൂര്യകുമാർ യാദവ് റണ്ണില്ലാതെ മടങ്ങി. സ്കോർ 123-ലെത്തിയപ്പോഴാണ് അഭിഷേക് ശർമ്മ വീഴുന്നത്. 39 പന്തിൽ 6 പടുകൂറ്റൻ സിക്സർ ഉൾപ്പെടെ 74 റൺസ് എടുത്ത് ഗംഭീര പ്രകടനമാണ് അഭിഷേക് നടത്തിയത്. തുടർച്ചയായി വിക്കറ്റുകൾ വീണതോടെ ഇന്ത്യ കളി കരുതലോടെയാക്കി. തിലക് വർമ്മ 19 പന്തിൽ 30 റൺസ് എടുത്ത് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു. ഹർദിക് പാണ്ഡ്യ പുറത്താകാതെ നിന്നു. അഞ്ചാമനായി ക്രീസിലെത്തിയ സഞ്ജു സാംസൺ 13 റൺസ് എടുത്ത് പുറത്തായി. സൂപ്പർ ഫോറിലെ ടോസിംഗിലും മത്സരശേഷവും താരങ്ങൾ ഹസ്തദാനം ചെയ്തില്ല. ബുധനാഴ്ച ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. പാകിസ്ഥാൻ നാളെ ശ്രീലങ്കയെ നേരിടും. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1.